അപ്പൊ തുടങ്ങാല്ലേ? എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. നിങ്ങള് ഈ വിസ്മയം എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടില്ലേ? എന്ത് വിസ്മയം ഒന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ അരടസം വിസ്മയം നടന്നില്ലേ കേരളത്തില്? ഇനി വേണോ? ഇനി വേണോ? എപ്പോ വേണം? എപ്പോ വേണം? എപ്പോ വേണം? ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അയ്യോ, ഒരു KPCC പ്രസിഡന്റ്, 3 KPCC വൈസ് പ്രസിഡന്റുമാർ, 13 3 വർക്കിംഗ് പ്രസിഡന്റ്, 13 വൈസ് പ്രസിഡന്റുമാർ. ഞാനൊരു സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കില്ല. 58 ജനറൽ സെക്രട്ടറിമാർ, പേരലിൽ എണ്ണാവുന്നില്ല അപ്പുറം ജനറൽ സെക്രട്ടറിമാർ, പിന്നെ AICC ജനറൽ സെക്രട്ടറി, AICC മെമ്പർമാർ. ഇതൊക്കെ കേരളത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് തന്നെയുണ്ട് ഒരു 10-250 പേര്. ഈ 250 പേര് എന്തിനാ ഇങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു അച്ചടക്കം? ഇതുകൊണ്ടാണ് എപ്പോഴും കോൺഗ്രസിനെ ആൾക്കൂട്ട പാർട്ടി എന്ന് പറയുന്നത്. ഒരു BJP സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ നേതാവ് വന്നു, അന്ന് തന്നെ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കി. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പോസ്റ്റ് എന്താ എന്ന് പറഞ്ഞാൽ 58 പേര് ഇരിക്കുക, ഒരാളും കൂടി ഇരുന്നോട്ടെ എന്ന് പറയുകയാണ്. ഈ പറഞ്ഞ വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ അദ്ദേഹത്തെ DCC പ്രസിഡന്റ് പുറത്ത് മാറ്റി സമയത്ത് അതിൻ്റെ കൊടുത്ത മെമ്പർ സ്ഥാനം എന്താ അറിയോ? AICC മെമ്പർ സ്ഥാനം തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. AICC മെമ്പർ സ്ഥാനം കൊടുത്തു. ഒരു ദിവസം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. DCC പ്രസിഡന്റിനെ മാറ്റുന്ന സമയത്ത് AICC മെമ്പർ സ്ഥാനം കൊടുക്കുകയാണ്. അപ്പൊ ഇതിനൊരു വിലയില്ലാന്ന്. ഈ പാർട്ടി ഇതിനൊരു വിലയും കൽപ്പിച്ചിട്ടില്ല. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ, ഇല്ലടാ. ഡൽഹിയിൽ എന്താ നടക്കുന്നത്? സാമാന്യം ചിന്തിച്ചാൽ മതി. 3 ആൾക്കാരാണ്: VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. ഈ 3 പേർക്ക് മുഖ്യമന്ത്രിയാവണം. ഈ സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത്? എനിക്ക് 24 മണിക്കൂർ മതി, 2 മണിക്കൂർ കൊണ്ട് പ്രഖ്യാപിക്കും. പക്ഷെ പാർട്ടിയാണോ ഞാനാണോ വലുത് എന്ന ചോദ്യം വരുമ്പോൾ ഞാനാണ് വലുത് എന്ന നിലപാടിലേക്ക് K സുധാകരൻ എത്തുമ്പോഴാണ് അത് ശരിയാണോ എന്ന ചോദ്യം വരുന്നത്. അശോകനെ ഇടവും വലവും അനങ്ങാൻ വയ്യാത്ത രീതി തളച്ചിട്ടിരിക്കുക. പ്രതിപക്ഷ നേതാവ് പുതിയുഗ യാത്രയുടെ ഇടവേളയിൽ പറഞ്ഞത്, ഒരു മാധ്യമങ്ങളോട് പറഞ്ഞത്, ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കും, പുതിയുഗ യാത്ര തീരുമാനിക്കുന്നതോടുകൂടി ഞങ്ങൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാവും. 20 എന്നെ വിശ്വാസമില്ലല്ലോ നോർത്തപ്പം ഞാൻ ഞെട്ടി മാമ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ. 24 മണിക്കൂറിനുള്ളിൽ ലിസ്റ്റ് വരും. 24, 48, 72, ഇപ്പോൾ 75ാമത്തെ മണിക്കൂറാവുന്നു. 2ാമത്തെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെയും വന്നിട്ടില്ല. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. തട്ടി നിൽക്കുന്നത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ മാത്രമല്ല, സൂക്ഷിച്ചു നോക്കിയാൽ പലയിടങ്ങളിലും തർക്കം ബാക്കി നിൽക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. എറണാകുളത്ത് വലിയ തർക്കമാണ് നിൽക്കുന്നത്. അതും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ദീപ്തി മേരി, അതേപോലെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഒക്കെ തർക്കം നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് ഏകദേശം തർക്കം പരിഹരിച്ചു. പക്ഷേ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പത്തനംതിട്ട മുതൽ, തിരുവനന്തപുരം മുതൽ അങ്ങ് തൃക്കരിപ്പൂര് സന്ദീപ് വാര്യരെ ഇറക്കുന്നത് വരെയുണ്ട്. പൊട്ടിത്തെറി ചെറുതല്ല. ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ തന്നെ പലയിടത്തും പ്രശ്നമാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർക്കെതിരെ അവിടുത്തെ DCC തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആലപ്പുഴയിലാണെങ്കിൽ പൊട്ടിക്കരച്ചിലാണ്. അപ്പോൾ ഈ നിലയിൽ കോൺഗ്രസിൽ വലിയ സംഘർഷം ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം ഉണ്ടാകാനിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ തന്നെ വരുന്ന കാഴ്ച. ചർച്ചകൾ നേരത്തെ തുടങ്ങാമായിരുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ നേരത്തെ പരിഹരിക്കാമായിരുന്നു. പക്ഷേ ഇതേക്കുറിച്ച് നമ്മൾ ചോദിച്ചാൽ കോൺഗ്രസ് പറയും, കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമാണ്, എല്ലാ കാലത്തും ഇങ്ങനെയാണ്, എല്ലാ കാലത്തും വലിയ ചർച്ച നടക്കും. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനെങ്കിലും ഞങ്ങളെ ഒന്ന് അനുവദിക്കൂ എന്നൊക്കെയാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ ആളുകളെ തിരികെ കയറ്റാനുള്ള നീക്കമാണ്. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ AICC നടത്തിയിട്ടുള്ള സർവേയുടെ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. AICC നടത്തിയ സർവേയുടെ വിവരത്തിൽ പറയുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എളുപ്പമല്ല എന്നാണ് കോൺഗ്രസിന്. കൂടുതൽ ഇനി എന്താ അപകടം വരാൻ എന്റെ കൊച്ചമ്മ.
അത് സുനിൽ കനകോല് നൽകിയ റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ AICC വിലയിരുത്തുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മേൽക്കൈ ഇപ്പോൾ കേരളത്തിൽ UDF-നും കോൺഗ്രസിനും ഇല്ല എന്നാണ്. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വിചാരിക്കാത്ത മുന്നേറ്റം ഉണ്ടാകുന്ന സമയത്ത് ഭരിക്കാൻ പോകുന്നു എന്നൊരു വിചാരം ഉണ്ടാവുകയാണ്. അപ്പൊ ഞങ്ങളില്ലാതെ ഭരിച്ചാൽ എങ്ങനെയാ എന്ന് ഓരോ നേതാക്കളും ചിന്തിക്കുക. ഭരിക്കാൻ പോവുകയാണ്, അയ്യോ ഇവരെല്ലാവരും ഞങ്ങളിപ്പോ MP-മാരൊക്കെയാണ്, പക്ഷെ ഇവരൊക്കെ മന്ത്രിമാരാകാൻ പോവുകയാണ്. സംസ്ഥാനത്ത് അധികാരം കിട്ടാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായും CPM ആണ്. അപ്പോൾ ഒരു 10 വർഷം, ഇത്തവണ ഞങ്ങൾ ഭരിക്കുന്നു, അടുത്ത തവണ CPM ഭരിക്കുന്നു, അപ്പോൾ ഒരു 10 വർഷം. എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. ആ 10 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ഈ അധികാര രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ലല്ലോ. വേണ്ട, അതിപ്പോ ഈ ആങ്ങള മരിച്ചാലും വേണ്ടില്ല നാത്തൂന്റെ കണ്ണീര് കാണണം എന്നൊരു ഒരു സ്ത്രീവിരുദ്ധ പഴഞ്ചൊല്ലുണ്ട്. പാർട്ടി കൈവിട്ടു പോയാലും വേണ്ടില്ല, പാർട്ടി നശിച്ചു പോയാലും വേണ്ടില്ല എന്ന് വിചാരിച്ചുള്ള അധികാരത്തിന് വേണ്ടിയുള്ള കൈവിട്ട കളിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇവരെല്ലാവരും വലിയ വീമ്പിളക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞങ്ങളൊക്കെ ജീവിച്ചത് പാർട്ടിക്ക് വേണ്ടിയാണ്, ഞങ്ങൾ വെള്ളമൊഴിച്ചുണ്ടാക്കിയതാണ് പാർട്ടി, ഞങ്ങൾ നട്ടുനനച്ചുണ്ടാക്കിയതാണ് പാർട്ടി, ഞങ്ങൾ പണിയെടുത്തുണ്ടാക്കിയതാണ് പാർട്ടി എന്നൊക്കെ. ഇപ്പൊ അരടസം വിസ്മയം നടന്നില്ലേ കേരളത്തിൽ? ഇനി വേണോ? ഇനി വേണോ? ഡോണ്ട് പ്ലേ ബോയ്സ്, ഡോണ്ട് പ്ലേ ബോയ്സ്. അലമ്പുണ്ടാക്കലടാ.